പ്രവാസികൾ ഏറ്റവും കൂടുതൽ നേടുന്ന ഒരു ചോദ്യമാണ്, അതെന്ത് നീ എന്ത് വിളിക്കാത്ത? ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ഒരു മാസമല്ല നീ വിളിക്കാത്ത? ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഇനിയിപ്പോൾ നമ്മുടെ കുടുംബക്കാരായാലും മിക്ക ആൾക്കാരും ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും സാങ്കേതികപരമായി വളർന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്ന പോലെ ഇങ്ങോട്ടേക്കും വിളിക്കാൻ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിളിച്ചാൽ മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നമ്മളോട് അപ്പോൾ വാല്യൂ ഇല്ലേ? നമ്മൾ വിളിക്കണമെന്ന് നമ്മളോട് സംസാരിക്കണം അവർക്ക് താല്പര്യമില്ലേ? അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തൂലേ? അവർ നമ്മളത് ഇങ്ങേപ്പിക്കൂലേ? അപ്പം അവരും ജീവിത സാഹചര്യത്തിലും ജീവിത തിരക്കിലെല്ലാം, ഇതേ ജീവിത സാഹചര്യത്തിലും ഇതിനേക്കാൾ തിരക്കിലായിരിക്കും പ്രവാസി ഇല്ല. എന്നിട്ടും പ്രവാസി സമയം കണ്ടെത്തി വിളിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇപ്പം ഈ ചോദ്യം നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ചോദ്യം അങ്ങോട്ടേക്ക് ചോദിച്ചാൽ മതി. ഇതേ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ഇല്ലേ? ഒരു കോൾ ഇങ്ങോട്ടേക്കും ചെയ്യാല. ചിലപ്പോൾ നമ്മൾ 3 മാസം മുന്നേ കഴിഞ്ഞിട്ടേക്കും വിളിക്കുന്നുണ്ടാകും, ഒരു 4 മാസം കഴിഞ്ഞിട്ടേക്കും. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ്, ചിലപ്പോൾ നമ്മൾ ആഴ്ചക്കാഴ്ച വിളിക്കുന്നുണ്ടാവും. എന്നാലും ഈ സുഹൃത്തൊക്കെ നാട്ടിലെപ്പോൾ തിരക്കായിരിക്കും, ഒന്നും കാര്യമായ പണിയില്ലെങ്കിൽ പോലും ഇവരെല്ലാം ഭയങ്കര ബിസിയിലായിരിക്കും. എന്നിട്ടും അത് തിരക്കിലാണ്, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, ഓക്കെ പിന്നെ ഫ്രീ ആയ ടൈം വിളിക്കാനോ ആവും കാണിക്കും. അതുകൊണ്ട് പ്രവാസികളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല ബന്ധം നിലനിർത്താൻ, ഇതിൽ നമ്മുടെ ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ കോളിങ്, മെസ്സേജ് അയക്കുന്നത് എല്ലാം. അപ്പോൾ ഇത് ഒരു സൈഡ് പ്രവാസിക്ക് മാത്രം വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല. പ്രവാസികളുടെ ഏറ്റവും കൂടുതൽ തിരക്കിലാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. ഇതിലൊന്ന് നാട്ടിലെ ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. മുഹമ്മദ് ഫലാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.